തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ബലഹീന കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂളുകളിലും ആശുപത്രികളും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുടെ വിവരമാണ് നൽകേണ്ടത്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. സംസ്ഥാനത്ത് പഴയ സ്കൂൾ കെട്ടിടം തകർന്നു വീണ സംഭവം ഉണ്ടായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അടിയന്തരമായി ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി വേണ്ടവ എന്നിവയുടെ വിവരം വേർതിരിച്ച് നൽകണം. സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകണം. പൊളിച്ചുമാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയും വരെ ക്ലാസുകൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പും പകരം സംവിധാനം കണ്ടെത്തണം. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെയും സുരക്ഷാ പരിശോധന ഇതോടൊപ്പം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപകടാവസ്ഥയിലുള്ള പൊതുകെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇലക്ട്രിക് കാര്യങ്ങൾ പരിശോധിക്കാൻ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ചേർന്ന പരിശോധനാ സംവിധാനവും ഏർപ്പെടുത്തും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.